ഹായ് ഫ്രണ്ട്സ്, സ്വന്തമായിട്ടൊരു ചുരിദാർ തയ്ക്കണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിട്ടും തെറ്റിപ്പോവും പിന്നീടാവട്ടെ എന്നൊക്കെ കരുതി മാറ്റി വെക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ സ്വന്തം അളവിൽ യാതൊരുവിധ മിസ്റ്റേക്കുകളും ഇല്ലാതെ ഒരു ചുരിദാർ എങ്ങനെ തയ്ക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണിത്. അതിനായിട്ട് നമുക്ക് സ്കെയില്, കത്രിക, ടേപ്പ്, ചോക്ക്, പിന്നീട് ഇതുപോലുള്ളൊരു ആം ഹോൾ കർവ്. ഇതിപ്പോൾ നമ്മൾക്ക് സ്വന്തം ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവർക്ക് തയ്ക്കുമ്പോൾ ഇത് മസ്റ്റായിട്ട് വേണം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. ആദ്യം ഷോൾഡറിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കൈയുമായിട്ടുള്ള ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ഷോൾഡറായിട്ട് എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് ആ ബോൺ ഇങ്ങനെ ഫീലാവും. ആ ബോൺ വണ്ണം കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ല് നമുക്ക് നന്നായിട്ട് കിട്ടും. ആ എല്ലിൻ്റെ ദൂരം തന്നെ നമ്മളിങ്ങനെ എടുക്കുന്നത്. ഇതിപ്പോൾ അതുപോലെ തന്നെ ബാക്കിൽ ഇതേപോലെ തന്നെ വെച്ചിട്ട് വേണം ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ. ഇങ്ങനെ താഴേക്ക് വെച്ചിട്ടെടുത്താൽ കറക്റ്റ് ആവില്ല. ഒരു ബോണിൽ നിന്ന് ആ കഴുത്തോട് ചേർന്ന് ഇപ്പുറത്തെ ബോണിലേക്കുള്ള അകലാണ് നമ്മൾ ഷോൾഡറായിട്ട് എടുക്കുന്നത്. ഇനി ലെങ്ത്താണ് എടുക്കേണ്ടത്. ചുരിദാറിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ ഇങ്ങനെ താഴേക്ക് ലെങ്ത്ത് എടുക്കരുത്. ഇങ്ങനെ വന്നിട്ട് ആ ബെസ്റ്റിൻ്റെ താഴെ കൊണ്ട് നമ്മളൊന്ന് പിടിക്കുക, എന്നിട്ട് താഴത്തേക്കുള്ള ലെങ്ത്ത് എടുക്കുക. ഇതൊരു കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് ചെയ്താൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ചെസ്റ്റ് അളവാണ് എടുക്കേണ്ടത്. ചെസ്റ്റ് അളവ് എടുക്കാനായിട്ട് നമ്മളുടെ കൈക്കുഴിയുടെ തൊട്ട് താഴെ കണ്ടോ, ഇങ്ങനെ കൈക്കുഴിയുടെ തൊട്ട് താഴെയിലാണ് നമ്മൾ പിടിച്ചിട്ട് എടുക്കുന്നത്. അതുപോലെ ചെസ്റ്റ് അളവ് എടുക്കുമ്പോഴത്തേക്ക് കൈക്കുഴിയുടെ തൊട്ട് താഴെ, അതുപോലെ ബാക്ക് കറക്റ്റ് നേരെ തന്നെ ആയിരിക്കണം, താഴേക്ക് ഇറങ്ങി പോകരുത്. അതുപോലെ അളവെടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റ് ആക്കണ്ട, ഒത്തിരി ലൂസാക്കണ്ട. കറക്റ്റ് അളവ് എത്രയാണോ അങ്ങനെ എടുക്കുക. വിരലൊന്നും നമുക്ക് ഉള്ളിൽ ഇടണമെന്നില്ല, അല്ലാതെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതെടുക്കുക. ഇനി ബെസ്റ്റ് അളവും അതിൻ്റെ പുറത്ത് വെച്ച് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കുക. ഒത്തിരി ടൈറ്റോ ലൂസോ ഒന്നും വേണ്ട. ഇനി ബെസ്റ്റിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് നമ്മൾ വേസ്റ്റ് പോർഷൻ എടുക്കുന്നത് കേട്ടോ. ബെസ്റ്റിൻ്റെ താഴെ ഭാഗത്താണ് വേസ്റ്റിൻ്റെ പോർഷൻ എടുക്കുന്നത്. അതുപോലെ ഇങ്ങനെ ഒന്ന് ചരിഞ്ഞു കൊടുക്കുമ്പോൾ ആ മടക്ക് വരുന്ന ഭാഗമാണ് നമുക്ക് വേസ്റ്റായിട്ട് വരുന്നത്. അതും കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കുക. ഇനി താഴേക്ക് ഹിപ്പ് അളവാണ്. നമ്മളുടെ സ്ലിറ്റ് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റൗണ്ടിലാണ് നമ്മൾ ഹിപ്പ് അളവ് എടുക്കുന്നത്. ഇനി നമുക്ക് കൈയുടെ ഈ ഭാഗത്തെ ചുറ്റളവാണ് കേട്ടോ നോക്കുന്നത്. ആം റൗണ്ട് എത്രയാണെന്നറിയാൻ ഇങ്ങനെ ചുറ്റിയെടുക്കുക കണ്ടോ. കൈക്കുഴി ഭാഗം ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന അളവാണ് നമ്മൾ ആം റൗണ്ടായിട്ട് എടുക്കുന്നത്. എനിക്കിവിടെ 16 വന്നത്. ഇതാണ് ആം റൗണ്ട് വരുന്നത്. ഇനി നമുക്ക് കൈയുടെ ലെങ്ത്താണ് നോക്കേണ്ടത്. ടേപ്പ് ഷോൾഡറിൽ വെച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയേ എടുക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 6 ഇഞ്ച് വരുന്ന ഭാഗം കൊണ്ട് നമുക്ക് അവിടുത്തെ വണ്ണം കൂടി ഒന്ന് നോക്കണം. 6 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വണ്ണം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ബെസ്റ്റിൻ്റെ ലെങ്ത്താണ്. ബെസ്റ്റിൻ്റെ ലെങ്ത്ത്, വേസ്റ്റ് ലെങ്ത്ത്, പിന്നെ സ്ലിറ്റ് എവിടെയാണോ വരുന്നത് ആ സ്ലിറ്റിൻ്റെ ലെങ്ത്തും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഈ തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് ഈ പേപ്പറിൽ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ആദ്യം ഈ തുണി വീതിയിൽ ഒന്നിങ്ങനെ മടക്കുകയാണ്. 2ആയിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കുന്നു കണ്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ തുണി മടക്കുന്നത്. ഇങ്ങനെ മടക്കി ഇവിടെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ തുണി നമുക്ക് നേരെ വെക്കാം. നേരെ വെച്ചിട്ട് നീളത്തിലെടുത്ത് ഒന്ന് മടക്കി കണ്ടോ. നീളത്തിലെടുത്ത് 2ആയിട്ട് മടക്കി വീണ്ടും മുകളിലത്തെ പീസ് എടുത്ത് താഴേക്ക് വെച്ചു കണ്ടോ. ഇങ്ങനെ നമുക്ക് മടക്കാം. അപ്പോൾ 4 പീസായില്ലേ. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്ന ആൾക്കാർ ഇങ്ങനെ മടക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്ക് ഈ 2 പീസും നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇത് നമുക്ക് കാണാം. ഉള്ളിൽ മടക്ക് വെച്ചിരിക്കുന്നത് കറക്റ്റാണോ ചുളിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ തുണി ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ വീതിക്കാണ് മടക്കിയിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ മടക്കിയിരിക്കുന്നത്. നമ്മുടെ തുണിയുടെ നീളവും വീതിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്നത്. ഇനി നമ്മുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. എൻ്റെ ഷോൾഡർ മെഷർമെൻറ്റ് വരുന്നത് 14. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നമ്മൾ എത്രയാണോ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അളവ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവെടുക്കുന്നത്. ഞാനിപ്പോൾ ബാക്ക് നെക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 4 ഇഞ്ചാണെന്ന് വെക്കുക. 4 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഈ ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ച് കുറക്കണം. അതായത് എൻ്റെ ഷോൾഡർ 14. 14ൽ നിന്ന് 1 ഇഞ്ച് കുറക്കുമ്പോൾ 13 കിട്ടും. ആ 13ൻ്റെ പകുതിയാണ് ഞാൻ ഷോൾഡറായിട്ട് എടുക്കേണ്ടത്. 13ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 6.5 ഇവിടെ ഷോൾഡറായിട്ട് വരുന്നത്. ഇനി ഞാൻ ബാക്ക് നെക്ക് 5 എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കുറക്കണം. അതായത് 14 - 2 വരും.
14-ന് 2 പോകുമ്പോൾ 12 വന്ന്. ഈ 12-ൻ്റെ പകുതി ആയിരിക്കണം എടുക്കേണ്ട ഷോൾഡർ, അതായത് 6 ഇഞ്ച് വരും. ഇനി ഞാൻ ബാക്ക് നെക്ക് 6 ഇഞ്ചാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2.5 ഇഞ്ചാണ് ഈ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ബാക്ക് നെക്ക് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ 4 ഇഞ്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഞാൻ എടുക്കേണ്ട ഷോൾഡർ എന്ന് പറഞ്ഞാൽ 6.5 ആയിരിക്കും. ഈ മെഷർമെൻറ്റിൽ എടുത്താൽ നമ്മുടെ ഷോൾഡർ വളരെ കറക്റ്റായിരിക്കും. ഇറങ്ങിപ്പോവുക, ലൂസാകുക അങ്ങനെ ഒന്നും വരില്ല. ഇനി അടുത്തത് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് ചേർക്കണം. 1/2 ഇഞ്ച് ഷോൾഡറിനും 1 ഇഞ്ച് അടിയിലും മടക്കി അടിക്കാനും. ഇനി അടുത്തത് നമുക്ക് ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യുന്നത്. 36 ചെസ്റ്റ് അളവ് വരുന്നത്. 36 വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി ലൂസിന് വേണ്ടി നമുക്ക് ചേർക്കാം. അപ്പോൾ 38 വരും. 36 + 2 38 വരും. 38-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മളുടെ തുണി 4ആയിട്ടല്ലേ മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 9.5 കിട്ടി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നോർമലി നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾക്ക് എടുക്കേണ്ടത്. പക്ഷേ എൻ്റെ ബെസ്റ്റ് അളവ് വരുന്നത് 39 അപ്പോൾ ചെസ്റ്റ് അളവിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് അളവായതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഈ 36-ൻ്റെ കൂടെ 3 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. കണ്ടോ, ഇവിടെ ഒരു ലൂസിന് വേണ്ടി 3 ഇഞ്ച് കൂട്ടുന്നുണ്ട്. അതിപ്പോൾ ഞാനിതൊരു വീട്ടിൽ ഇടാനായിട്ടുള്ള ഒരു ചുരിദാറാണ് തയ്ക്കുന്നത്. നമ്മൾക്ക് ഇങ്ങനെ ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് അളവ് വന്നാൽ 2-3 രീതിയിലാണ് നമ്മളത് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം എല്ലാ മെത്തേഡും കൂടി നമ്മൾ പറയണ്ടല്ലോ. ഇതിപ്പോൾ ഒരു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് അളവ് വരുമ്പോൾ നമുക്കൊരു 3 ഇഞ്ച് വരെയൊക്കെ അവിടെ ലൂസ് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 ഇഞ്ച് കൂട്ടിയപ്പോഴത്തേക്ക് എനിക്ക് 9.25 വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കണ്ടോ, എൻ്റെ ബെസ്റ്റ് അളവ് വരുന്നത് 39. അതിൻ്റെ കൂടെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൂട്ടുന്നില്ല. അതിന് ജസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 9.25 വന്നു. കണ്ടോ, അപ്പോൾ എനിക്ക് ചെസ്റ്റും ബെസ്റ്റും ഒരേ അളവ് വന്നു. ഇങ്ങനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്താണേലും നമ്മൾക്ക് കറക്റ്റ് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ. ചെസ്റ്റും ബെസ്റ്റും ഈ ഒരു വ്യത്യാസം ഇല്ലാത്തവർക്ക് ഇങ്ങനെ നോക്കണ്ട. ചെസ്റ്റ് 36-ൻ്റെ കൂടെ 2 ഇഞ്ച് മാത്രം കൂട്ടിയാൽ മതി. പിന്നെ അടുത്തത് വെയിസ്റ്റ് വരുമ്പോൾ എൻ്റെ 33 വന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടി 35 വന്നു. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 8.25 വന്നു. അതിനോടുകൂടി 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി ചേർത്തു. അടുത്തത് ഹിപ്പ് അളവ് വരികയാണ്. ഹിപ്പ് വന്നിട്ട് 38 വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോഴത്തേക്ക് 40 വന്നു. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 വന്നു. ഇവിടെ ശ്രദ്ധിക്കുക, തയ്യൽ തുമ്പ് നമ്മൾ 1.5 ഇഞ്ചല്ല 1 ഇഞ്ചാണ് കൂട്ടിയത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തത് ആം റൗണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ആം റൗണ്ട് വന്നത് 16 ഇഞ്ചാണ്. ഈ 16 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി നമുക്ക് ലൂസിന് വേണ്ടി കൂട്ടുന്നുണ്ട്. അപ്പോൾ 17 ഇഞ്ച് വരും. ഈ 17-ൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്. 8.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇനി ഇവിടെ അടുത്തതായിട്ട് വേണ്ടത് ലൂസാണ്. ലൂസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ആം റൗണ്ട് ഉണ്ടല്ലോ, ആ കൈക്കുഴിയുടെ ചുറ്റും വന്നിട്ട് ഈ ഒരു പോർഷൻ ഇതുപോലെ ഇങ്ങനെ കൈക്കുഴിയുടെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വരുന്നൊരു പോർഷനാണ് നമ്മളുടെ ലൂസ് എന്ന് പറയുന്നത്. ആ ഭാഗത്തെ വണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ കറക്റ്റ് ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ നമ്മൾക്ക് തയ്ക്കുമ്പോഴാണ് ഈ ലൂസിൻ്റെ ആവശ്യം വരുന്നത്. നോർമലി നമ്മൾ റഫായിട്ട് ഒരു അല്പം ലൂസിലൊക്കെ തയ്ക്കുന്ന സമയത്ത് ഈ ലൂസിൻ്റെ ആവശ്യം നമുക്ക് വരാറില്ല. ലൂസ് മെഷർമെൻറ്റ് ആ സമയത്ത് നമുക്ക് എടുക്കണമെന്നില്ല. ഇനി അടുത്തത് വേണ്ടത് ലെങ്ത്താണ്. ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്യാൻ. ഞാൻ 6 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തത്. അടുത്തത് ഓപ്പൺ അടിഭാഗത്തിൻ്റെ വണ്ണം വരുന്നത് 13 ഇഞ്ചാണ്. 6 ഇഞ്ച് വരുന്ന ആ സ്ഥലത്തെ വണ്ണം വരുന്നത് 13 ഇഞ്ചാണ്. ഇനി നമുക്കിവിടെ മാർക്ക് ചെയ്യാനുള്ളത് ബെസ്റ്റിൻ്റെ ലെങ്ത്താണ് കേട്ടോ. എനിക്ക് ആ ലെങ്ത്ത് വന്നത് 10 ഇഞ്ചാണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് വന്നത് 14 ഇഞ്ചാണ്. ഹിപ്പ് ഭാഗം, അതായത് ഞാൻ സ്ലിറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത് 19 ഇഞ്ചിലാണ്. ഈ അളവുകളും കൂടി മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ മെഷർമെൻ്റ് എല്ലാം തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. തുണി വീതിയിലാണ് എടുത്തത് കേട്ടോ. ഇങ്ങനെ 2ആയിട്ട് മടക്കി ഒന്നുകൂടി മടക്കി ഈ പേപ്പറിൽ കാണിച്ച പോലെ തന്നെയാണ് തുണി മടക്കി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. കണ്ടോ, ഇവിടെ നിന്ന് 6.5 പിടിച്ച് കണ്ടോ 6.5 വെച്ചു. ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് 6.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് താഴേക്ക് ഇറക്കി ഒന്നുകൂടി താഴെ 6.5 വെച്ചു. ഇങ്ങനെ ഒന്നുകൂടി മാർക്ക് ചെയ്തു. നമ്മൾ വരക്കുമ്പോൾ ചരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ 2 ലൈൻ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് വരക്കാം. ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി മുകളിൽ നിന്ന് താഴേക്കും 6.5 തന്നെയാണ് നമ്മൾ ആം ഹോൾ
എടുക്കുന്നത്, എൻ്റെ കൈക്കുഴിയുടെ ലെങ്ത്ത് എടുക്കുന്ന 6.5 തന്നെ. അതിൻ്റെ പകുതി 6.5യുടെ പകുതി 3.25 അവിടെ മാർക്ക് ചെയ്തു കണ്ടോ. ഇവിടെയും 6.5 വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ നമുക്കൊന്ന് നീട്ടി അങ്ങ് വരച്ചേക്കാം. ഇനി ഇവിടെ നമുക്ക് ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. നേരത്തെ ചെസ്റ്റ് അളവ് കാൽക്കുലേറ്റ് ചെയ്തത് 9.25 ആ 9.25 ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആം ഹോൾ കർവ് കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ വരച്ചെടുക്കാം. അതല്ല കർവ് ഇല്ല എന്നുണ്ടെങ്കിലും കൈക്കുഴി വരക്കാനായിട്ട് ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് 1.25 ഇഞ്ച് ഉണ്ടോ, 1.25 ഇഞ്ച് ഇങ്ങനെ വെച്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ചോക്ക് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കണ്ടോ. ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ആ വരക്കുന്നത് നമ്മൾ ആ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്താണ് കൊണ്ടുവന്ന് മുട്ടിക്കുന്നത് കണ്ടോ. ഇങ്ങനെ മുട്ടിക്കുന്നുണ്ട്. ഈ കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ ലൈനിലും ആ 3.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് മുട്ടി ഇത് ഇവിടെ ഒരു ഉണ്ടോ, ആ കർവൊന്ന് ചരിഞ്ഞാണ് ഇരിക്കുന്നത്, മുകളിൽ 1/2 ഇഞ്ച് ചരിഞ്ഞിരിക്കുന്നത്. അവിടെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഉണ്ട്, ഈ ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് കൊണ്ട് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് കണ്ടോ ഇങ്ങനെ വരച്ച് താഴേക്ക് സ്ലോപ്പ് ഇട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് വിട്ടിട്ടുണ്ട്. ഈ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് വിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കുകയാണ് നമ്മളുടെ ആം ഹോൾ എത്ര വന്നു എന്നുള്ളത് കണ്ടോ. നമുക്കിവിടെ 8.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 8.5 വന്നിട്ടുണ്ട്. ഈ 8.5 നമ്മളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നോക്കി എത്രയാണ് ആം റൗണ്ട് വന്നിരിക്കുന്നത്. ആം റൗണ്ട് 16 വന്നത്. അതിനോടുകൂടി 1 ഇഞ്ച് കൂടി കൂട്ടിയപ്പോൾ 17 വന്നു. ആ 17ൻ്റെ പകുതി എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആം ഹോള് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 1 ഇഞ്ച് കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വരക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഒന്ന് പതുക്കെ ചരിച്ച് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബെസ്റ്റ് 10, വേസ്റ്റ് 14, ഹിപ്പ് 19 അങ്ങനെയാണ്. ഇപ്പോൾ ബെസ്റ്റ് വന്നിരിക്കുന്നത് 10 അപ്പോൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കൂടി കൂട്ടി 10.5 മാർക്ക് ചെയ്തു. വേസ്റ്റ് 14 14.5 മാർക്ക് ചെയ്തു. ഹിപ്പ് 19 അപ്പോൾ നമ്മൾ 19.5 മാർക്ക് ചെയ്തത്. 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വരുമല്ലോ, അത് കൂട്ടിയിട്ടാണ് ഇവിടെ 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി ഇവിടെ ബെസ്റ്റിൻ്റെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാം. ബെസ്റ്റ് അളവ് വന്നിരിക്കുന്നത് 9.25, വേസ്റ്റ് 8.25, ഹിപ്പ് 10 വന്നിട്ടുണ്ട്. ആ 3 അളവ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇത് 9.25 മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി. വേസ്റ്റ് വന്നിരിക്കുന്നത് 8.25, അതിൻ്റെ കൂടെയും 1.5 ഇഞ്ച് കൂടി കൂട്ടിയിട്ടുണ്ട്. ഹിപ്പളവ് വന്നിരിക്കുന്നത് 10. 10ൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രമാണ് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിരിക്കുന്നത്. 1 ഇഞ്ച് കൂട്ടി ഇവിടെ മാർക്ക് ചെയ്യാം ഉണ്ടോ. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യത്തില്ലേ, ആ വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു 1 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വരക്കുമ്പോഴത്തേക്കും അവിടെ പോയിൻറ്റഡായിട്ട് നിൽക്കില്ല, നമുക്ക് കർവ് ചെയ്ത് എളുപ്പത്തിൽ വരക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ചെസ്റ്റിൽ നിന്ന് നേരെ ബെസ്റ്റിലേക്കൊരു മാർക്കിങ് കൊടുക്കാം. നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് വരച്ചു കൊടുക്കാം. ഇനി ബെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളുടെ ചെസ്റ്റിനേക്കാൾ കുറവാണ് ബെസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ചെസ്റ്റിൽ നിന്ന് നേരെ വേസ്റ്റിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടോ. ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴെ ഹിപ്പിലേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നില്ലേ അവിടേക്ക്. എന്നിട്ട് കണ്ടോ അത് ഇവിടെ ഇങ്ങനെ കർവ് ചെയ്ത് വരക്കാം. നമ്മൾ ആ 1 ഇഞ്ച് നീളത്തിൽ വരച്ച കാരണം നമുക്ക് എളുപ്പത്തിൽ അവിടെ ഒന്ന് കർവ് ചെയ്ത് വരക്കാൻ പറ്റി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടോ, എൻ്റെ വന്നപ്പോൾ ഒന്ന് ചെരിഞ്ഞാണ് വന്നത്. പാമ്പ് വളഞ്ഞു കിടക്കുന്ന പോലെയില്ലേ, ഒന്ന് ചെരിഞ്ഞാണ് വന്നത്. അത് നമ്മളുടെ ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് അളവ് വരുന്നതുകൊണ്ടിട്ടാണ് അങ്ങനെ വന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ നോർമലി അളവാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോരും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ നിങ്ങൾ ചെസ്റ്റിനേക്കാൾ കുറവാണ് ബെസ്റ്റ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൻ്റെ കാര്യം അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ചെസ്റ്റിനേക്കാൾ കുറവാണ് ബെസ്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെസ്റ്റും വേസ്റ്റും മാത്രം എടുത്തിട്ടൊക്കെ നമുക്ക് തയ്ക്കാവുന്നതാണ്. ബെസ്റ്റ് കൂടുതലുള്ളവർക്ക് മാത്രം ബെസ്റ്റ് അളവ് അങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി.
ഇനി അടുത്തത് നമുക്ക് ഫ്ലെയർ, അതായത് താഴത്തെ വിരിവ് എടുക്കുന്നതാണ്. വിരിവ് നമ്മൾ ഹിപ്പിൻ്റെ അളവ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ഹിപ്പ് അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38ആണ്. ആ 38ൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി 36 വരുന്നുണ്ട്. 36ൻ്റെ 4/1 എടുത്തിട്ട് അതിനോടുകൂടി 3 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 13 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ 13ഒക്കെ എടുക്കുന്നത് അത്യാവശ്യം നല്ല വിരിവ് വേണമെന്ന് പറയുന്നവർക്ക് നമുക്ക് 13 കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഹിപ്പ് അളവുണ്ടല്ലോ 10 ആണ് എനിക്ക് വന്നത്. ആ 10നോട് കൂടി 1.5 ഇഞ്ച് കൂടി കൂട്ടി, തയ്യൽ തുമ്പ് കൂടി കൂട്ടി നമുക്കിവിടെ 1.5 ഇഞ്ച് കൂടി കൂട്ടി 11.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ആ ഒരു 1.5 ഇഞ്ച് കൂട്ടി 11.5 മാർക്ക് ചെയ്യണത് അധികം വിരിവൊന്നും വേണ്ട എന്ന് പറയുന്നവർക്ക് നമുക്ക് ഹിപ്പ് അളവിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടി മാർക്ക് ചെയ്താൽ മതി. ഞാനിവിടെ അടിഭാഗത്ത് എവിടെയാണ്, ഞാൻ ഇതിൽ 11.5 കേട്ടോ എടുക്കുന്നത്. 11.5 വരുന്ന അവിടെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഈ മേലിൽ നിന്ന് കണ്ടേ ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്ന അവിടെ നിന്ന് നമുക്ക് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. ഇതിൻ്റെ ഇപ്പുറം കൊണ്ട് ഉൾവശം കൊണ്ട് നമുക്ക് 1 ഇഞ്ച് കൂടി ഒന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങ് മാർക്ക് ചെയ്യാം കേട്ടോ, നമ്മളുടെ 1 ഇഞ്ച് മടക്കി അടിക്കാനുള്ളത്. ഇനി അടിയിലൊരു 1/2 ഇഞ്ച് താഴെ ഒന്ന് കർവ് ചെയ്ത് താഴേക്ക് അങ്ങനെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സ്ലോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 4ആണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3.5ആണ്. നോർമലി 34 തൊട്ട് 36 വരെ ചെസ്റ്റ് അളവുള്ള ആൾക്കാർ ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 3.25 ഇഞ്ച് എടുത്താൽ മതി നെക്ക്. എനിക്കൊരല്പം കൂടി വിരിവിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തത് എനിക്ക് 6.5ആണ് വേണ്ടത്. അതിനോടുകൂടി ഒരു 1/4 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് കൂടി മീൻസ് അവിടെ മടക്കി അടിക്കുമ്പോഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് കൂടി എക്സ്ട്രാ വരും. അത് കാരണം കൊണ്ട് ഞാനൊരു 6.25 എടുത്തു. ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചാണ്, അതിന് 4.25 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് വരക്കാം. ഇത് ബാക്ക് നെക്കിൻ്റെയാണ്, ഇത് ഫ്രണ്ട് നെക്കിനും കൂടി നമ്മൾ ഒരുമിച്ച് അങ്ങ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ആം ഹോൾ കർവ് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കാം. റൗണ്ട് നെക്കാണ് കേട്ടോ ചെയ്യുന്നത്, രണ്ടും റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് രണ്ടിലും റൗണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആദ്യം ബാക്ക് നെക്ക് ഉള്ളതാണ്, ചെറുത് നമ്മൾ ആദ്യം കട്ട് ചെയ്യാണ്. ഈ മാർക്കിംഗ് ഉണ്ട്, ഇത് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതാണ് 1/4 ഇഞ്ച്. അതും അതുപോലെ തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് ഉണ്ടോ ബാക്ക് ആം ഹോളാണത്, ആ ബാക്ക് ആം ഹോൾ വെച്ച് കട്ട് ചെയ്തു. നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ കൂടി തന്നെ ഉണ്ടോ, ആ മാർക്കിങ്ങിൽ കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്ത് പോവുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഈ അടിഭാഗം കൊണ്ട് കണ്ട, ഈ അടിഭാഗം ഈ സൈഡിലേക്ക് നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ സൈഡിൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, തയ്ച്ചിടുമ്പോൾ 2 സൈഡും ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്, അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് നമ്മളവിടെ സ്ലോപ്പ് ഇട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോർഷൻ അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തു. ഇവിടെയൊക്കെ ഓരോ നോച്ചിട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, തുണി അങ്ങോട്ട് ഇങ്ങോട്ട് തെന്നി ഈ മാർക്കിങ് നമുക്ക് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ വെസ്റ്റ് ഇതാണ്, വേസ്റ്റ് ഇതാണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇനിതാ അത് തുറന്ന് ആ പീസ് തുണി തുറന്ന് അവിടെ നിന്ന് ബാക്ക് പീസ് നമ്മളെടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിലാണ് വരക്കാനുള്ളത്. ഈ ഫ്രണ്ട് പീസ് ഇതാ ഇതുപോലൊന്ന് മറിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്കിങ് ഇപ്പുറം സൈഡിലേക്ക് കൂടി കിട്ടാനായിട്ട് ഉണ്ട്. നോച്ചിട്ടത് കാരണം നമുക്ക് ആ കറക്റ്റ് തുണി വന്ന് നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അവിടെ ഒന്ന് പതുക്കി ഒന്ന് കൊട്ടി കൊടുക്കുക. നമ്മളുടെ ആ മാർക്കിങ് ചോക്ക് വരച്ചത് കണ്ടോ, ആ പാട് നമുക്ക് അവിടെ കിട്ടും. അത് നമ്മൾക്ക് ഒരു ചോക്ക് വെച്ചിട്ട് അതിൻ്റെ പുറമേ കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് അവിടെ മാർക്കിങ് 2 സൈഡിലും മാർക്കിങ് കിട്ടിയിട്ടുണ്ട്.
ഇനി ഈ ഫ്രണ്ട് പീസ്, ഇത് ഫ്രണ്ട് പീസാണല്ലോ, ഈ പീസിൽ നമുക്ക് വെട്ടാനുള്ളത് നെക്ക് ഉണ്ടോ, നെക്ക് വെട്ടാനുണ്ട്. പിന്നെ ആം ഹോളിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ഇച്ചിരി അല്പം കുഴിച്ച് വെട്ടുമല്ലോ, അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഇപ്പുറത്ത് നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യണം. ഈ ഇവിടെ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ബാക്കിയൊന്ന് കുഴിച്ച് വെട്ടുന്നത്. ആ കുഴിച്ച് നേരത്തെ മാർക്ക് ചെയ്തതാണ്, അതങ്ങ് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മടക്കി മാറ്റി വെക്കാം. ഈ 2 പീസും ഫ്രണ്ടും ബാക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് തുണി ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കി വെച്ച ശേഷം നമുക്ക് ഇതിൽ ഒന്ന് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചെസ്റ്റ് അളവ് വരുന്നത് 36 ഇഞ്ചാണ്. ആ 36ൻ്റെ 4/1 എടുത്തിട്ട് അതിനോട് കൂടി 1/2 ഇഞ്ച് കൂടി കൂട്ടിക്കൊടുക്കണം. ഇതിപ്പോൾ 36ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 9 ഇഞ്ചാണ് വരുന്നത്. അതിനോടുകൂടി 1/2 ഇഞ്ച് കൂടി കൂട്ടി 9.5 ഇഞ്ച് താഴെ ഭാഗം കൊണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ മുകളിലേക്ക് കയറ്റി ഒരല്പം കയറ്റി അവിടെയും 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത്, കൈനീളം എടുക്കുന്നത് 6 ഇഞ്ചാണ്. അതിനോടുകൂടി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് മുകളിലും താഴെ 1 ഇഞ്ചുമായിട്ടാണ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടത്. ഇനി അത് നമ്മളൊന്ന് ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. നീളത്തിലും വീതിയിലും നമ്മളിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൈയുടെ നീളം 6 ഇഞ്ച് വന്നതുകൊണ്ട് 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ചിൽ മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ സീം അലവൻസ് 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഉണ്ടോ, നമ്മൾ 8 ഇഞ്ചാണ് ശരിക്ക് ഇത് വന്നിരിക്കുന്നത്. നമ്മളുടെ കൈയുടെ ആ തുണി വിട്ട് വന്നിരിക്കുന്നത് 8 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ വന്നില്ലേ, അങ്ങനെയാണ് അത് 9.5 ഇഞ്ചായത്. അപ്പോൾ ആ 8 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് 4 ഇഞ്ചിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് മാർക്ക് ചെയ്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക്, ആ മാർക്കിങ് തന്നെ നമുക്കൊന്ന് മുകളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ 3 ഇഞ്ചാണല്ലോ ഇവിടെ ഈ അകലം വന്നിരിക്കുന്നത്. ആ 3 ഇഞ്ചിൻ്റെ പകുതി എടുക്കുക, 1.5 ഇഞ്ച്. അതിനോടുകൂടി ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി ഒരു 1.25 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല നമ്മളുടെ ആം ഹോൾ കർവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് ഇങ്ങനെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആ 1.25 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തെടുത്ത് വന്ന് മുട്ടുന്ന രീതിയിൽ ഉണ്ട്. 2 സൈഡിൽ നിന്നും അങ്ങനെ അവിടെ വന്ന് മുട്ടുന്ന രീതിയിൽ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ ഓപ്പൺ വരുന്നത് 13 ആണ്. അതിൻ്റെ പകുതി 6.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് സീമും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മളുടെ ആ മുകളിലത്തെ മാർക്കിങ്ങിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ സ്റ്റാർട്ടിങ് കണ്ടില്ലേ, ഈ കട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റാർട്ടിങ് അവിടെ നമ്മളൊരു 1.5 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വരച്ചെടുക്കുന്നത്. കാരണം നേരെ മുകളിൽ നിന്ന് അങ്ങ് താഴേക്ക് വരക്കരുത്. ഒരു അല്പം ഒന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ സ്ട്രെയിറ്റിൽ വന്നിട്ടാണ് നമ്മളുടെ താഴേക്കുള്ള വരവ് വരുന്നത്. ഇവിടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു 1.5 ഇഞ്ച് അത് വിട്ടിട്ടാണ് അങ്ങ് താഴേക്ക് വരച്ചത്. ഇനി ഇതാ ഇവിടെ ഒന്ന് നമ്മൾ അവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, നമുക്ക് അപ്പുറത്തേക്കൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടി. ഈ തയ്യൽ തുമ്പിൻ്റെ അവിടെയും നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്മളവിടെ മാർക്ക് ചെയ്തത് കാരണം ഇപ്പുറത്ത് ആ പാടുണ്ടല്ലോ, ആ നോച്ച് നോക്കി നമുക്ക് ഇവിടെയും ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഉൾവശത്തും അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾക്ക് തയ്ക്കുന്ന സമയത്ത് വളരെയധികം ഉപകാരപ്പെടും. നമ്മൾ പിന്നെ ഒരു അളവ് നോക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട. ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. ഇനി ഇവിടെ ഈ ഫ്രണ്ട് ആമിൻ്റെ അവിടെ ഒരല്പം കുഴിച്ച് വെട്ടണമല്ലോ, അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗം ഇവിടെ ഒരു 1.5 ഇഞ്ച് വിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച്, ആ ഒരു നമ്മുടെ ആ മാർക്കിങ് വന്നിടത്താണ് കറക്റ്റ് 1/4 ഇഞ്ച് വന്നത്.
ആ ഒരു ഉണ്ടോ, ഈ ഒരു ഇങ്ങനെയാണ് നമ്മളവിടെ 1/4 ഇഞ്ച് കട്ട് ചെയ്തത്. അതും നമ്മളിവിടെ ഒന്ന് നോച്ച് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, കാരണം ഫ്രണ്ട് പീസ് ഏതാണെന്ന് അറിയാനായിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഒരു പീസ് തുണി ഇങ്ങനെ ഇട്ടിട്ട് സ്കെയിലെടുത്ത് ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം കണ്ടോ. ഇങ്ങനെ ചരിച്ച് വെക്കുമ്പോൾ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ ചരിച്ച് വെച്ച് അപ്പുറവും ഇപ്പുറവും സ്കെയിലിൻ്റെ അങ്ങ് മാർക്ക് ചെയ്യുകയാണ് നമ്മൾ. പ്രത്യേകിച്ചൊരു മാർക്കിങ് വേണ്ട, ഈ സ്കെയിൽ 1.5 ഇഞ്ച് അളവിലുള്ളതാണ്. അത് കാരണം കൊണ്ട് അങ്ങ് വരച്ചു പോകാം. എന്നിട്ട് ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നെക്കിൽ വെക്കാനായിട്ടാണ് കേട്ടോ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ചെയ്യുന്നത്. ഈ ക്രോസ് പീസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ക്രോസ് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു ക്രോസ് പീസ് എടുക്കുക. അതിൻ്റെ നല്ല വശത്തേക്ക് അടുത്ത ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതിങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം കണ്ടോ. ഇങ്ങനെ ഒരു വി ഷേപ്പ് നമുക്ക് കിട്ടിയ കണ്ടോ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ അറ്റത്തേക്ക് തയ്ച്ചു കൊടുക്കാം. അടുത്തത് ചെയ്യാൻ ഇതെടുത്ത് ഇതുപോലെ നിവർത്തി ഇങ്ങനെ വെക്കുക. അപ്പോൾ ആ നല്ല വശം വന്നു. അതിൻ്റെ മുകളിലേക്ക് അടുത്ത പീസ് എടുത്ത് വെക്കുക. ആ അറ്റം വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റ് ഇങ്ങനെ ഇതുപോലെ വരും. അങ്ങനെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ക്രോസ് പീസും നമുക്കിങ്ങനെ തയ്ച്ചു കൊടുക്കാം. നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ എടുത്ത് നിവർത്തി വെച്ചു. അതായത് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ കണ്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ക്രോസ് പീസ് എടുത്ത് വെക്കുകയാണ്. ക്രോസ് പീസ് വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. അതുപോലെ ഈ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കുമ്പോൾ ഒരുപാട് വലിച്ചൊന്നും പിടിക്കേണ്ട കേട്ടോ. കറക്റ്റ് അളവിൽ നമുക്ക് ഒന്ന് ചരിച്ചു കൊടുത്ത് ആവശ്യത്തിന് ചരിച്ചു കൊടുത്ത് അങ്ങ് തയ്ച്ചാൽ മതി, ഒട്ടും വലിക്കാതെ. ക്രോസ് പീസും നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ അറ്റം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കണ്ടോ. അവിടെ കറക്റ്റ് ഒരുപോലെ ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. രണ്ടും തമ്മിൽ ചേർത്ത് വെച്ചങ്ങ് അറ്റത്തേക്ക് അടിച്ചു കൊടുക്കാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വേറെ കളർ നൂലിട്ട് അടിച്ചത്. ഇതിപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ആ തയ്യലിൽ മുട്ടാതെ കട്ട് ചെയ്യണമെന്ന്. അത് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് വളഞ്ഞ് കിട്ടാനാണ്. ഇനി ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ആ ക്രോസ് പീസ് ഒന്ന് നിവർത്തി വെച്ച് ഇവിടെ ഒന്ന് നഖം കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അതിന് ശേഷം ഈ തുണി ഇങ്ങനെ നമുക്ക് മടക്കി വെക്കാം കണ്ടോ. അങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ നേരത്തെ അടിച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിൻ്റെ പുറത്തേക്കാണ്, ആ സ്റ്റിച്ച് ഉള്ളിലാണ് വരുന്നത്. എന്നാലും നമുക്ക് അവിടെ ആ പാട് കാണാമല്ലോ. ക്രോസ് പീസ് വെച്ച് അടിച്ച് അവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മുടെ ആ തയ്യൽ തുമ്പാണ് കേട്ടോ ഈ പുറത്തേക്ക് നിൽക്കുന്നത്, ഇപ്പുറത്ത്. അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇങ്ങനെ മടക്കി നമുക്കിവിടെ നിന്ന് അടിച്ചു കൊടുക്കാം. ഇതും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് സ്റ്റിച്ച് വന്നത്. ഇനി ഇതിൻ്റെ മറുവശം കണ്ടോ, നമ്മളുടെ ആ എക്സ്ട്രാ തുണി ഇങ്ങനെ നിൽക്കുന്നത്, ആ തുണി ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് അകലം വിട്ടിട്ടാണ് ഇവിടെ അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കുകയാണ്. അതുപോലെ നമ്മൾ ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നെക്കൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്പീഡിലൊന്നും അടിക്കേണ്ട, ഒരല്പം പതുക്കെ നമ്മൾ നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഇങ്ങനെ വളരെ പതുക്കെ നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കറക്റ്റായിട്ട് അടിച്ചെടുക്കാം. ഒട്ടും വലിച്ചു പിടിക്കുക ഒന്നും വേണ്ട. ഇതായിരിപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഫ്രണ്ട് പീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, റൗണ്ട് നെക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് ചെയ്യാം. ബാക്ക് പീസിലും ക്രോസ് പീസ് തന്നെ വെക്കുന്നത് കണ്ടോ. ഈ ക്രോസ് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വേറൊരു മെത്തേഡിൽ ചെയ്യാം. ഇങ്ങനെ മടക്കി ഈ നമ്മളുടെ ആ നെക്കിൻ്റെ നല്ല വശത്താണ് കേട്ടോ, നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ഈ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കി ഇതിൻ്റെ അറ്റം കണ്ടോ, ആ അറ്റത്ത് 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ മടക്കാതെ നിവർത്തിയിട്ടിട്ടല്ലേ അടിച്ചത്, അങ്ങനെയും ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം.
ഇതിപ്പോൾ ഞാൻ ഈ രണ്ടും ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്തെന്നേ ഉള്ളൂ. ഇഷ്ടം ഏതാണ് അല്ലെ കംഫർട്ട് ഏതാണ് അത് നോക്കി നമുക്ക് ചെയ്യാം. ഇതും നമ്മൾ ഒട്ടും വലിച്ചൊന്നും പിടിക്കാതെ കറക്റ്റ് അളവിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ നമ്മളുടെ തയ്യലിൽ മുട്ടാതെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിടാം. നിവർത്തിയിട്ടിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് നഖം വെച്ചൊന്ന് നിവർത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആ ഒരു പീസ് കണ്ടോ ഇതിങ്ങനെ നിവർത്തി പിടിച്ച് നമ്മളിത് പതിച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ആ ക്രോസ് പീസിൻ്റെ എന്തെങ്കിലും എക്സ്ട്രാ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ഫ്രണ്ട് പീസ് കൊണ്ടുവന്ന് വെക്കുകയാണ്. അല്ലേ, ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പീസ്. ഫ്രണ്ട് പീസ് നമ്മൾ നേരത്തെ തയ്ച്ചതാണല്ലോ, അതിങ്ങനെ വെച്ചിട്ട് ഉണ്ടോ നമ്മളുടെ ഇപ്പോൾ തയ്ച്ചതിൻ്റെ പീസ് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മളുടെ ആ തയ്യലിൻ്റെ ടോപ്പ് സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തായിട്ടാണ് വെച്ചത്. എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്ന തുണി ഈ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു ഉണ്ടോ. എന്നിട്ട് നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് അകലം വിട്ടിട്ട് നമുക്കതിൽ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ്, എത്രയാണോ നമ്മൾ അവിടെ തയ്യൽ തുമ്പ് ഇടുന്നത് അത് വെച്ചിട്ട് ഞാൻ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് തയ്യൽ തുമ്പ് അവിടെ ഇട്ടത്. ആ ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് വെച്ച് ഞാൻ അവിടെ അടിച്ചിട്ടുണ്ട് ഉണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തത്. ഇനി ഇതിങ്ങനെ നമുക്ക് നിവർത്തിയെടുക്കാം ഉണ്ടോ. നിവർത്തിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടോ ഒരു നമ്മളുടെ കറക്റ്റ് അളവിൽ നമുക്കവിടെ ജോയിൻ ആയിട്ടുണ്ട് ഷോൾഡർ. ഇനി ഇപ്പുറം സൈഡ് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഉണ്ടോ, നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മളുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിലുള്ള ആ എക്സ്ട്രാ നിൽക്കുന്ന നമ്മളാ പതിച്ചടിച്ചത് അത് ഇങ്ങനെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് വെച്ച് ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ ഷോൾഡർ പല രീതിയിലാണ് കേട്ടോ ജോയിൻ ചെയ്യുന്നത്. വെറുതെ വേണമെങ്കിൽ നമുക്ക് അങ്ങ് 2 ഷോൾഡറും 2 നെക്കും കറക്റ്റായിട്ട് അടിച്ച ശേഷം അങ്ങോട്ട് ജോയിൻ ചെയ്യാം. പക്ഷേ അത് അത്ര സൈഡിൽ കൂടി ആ തയ്യൽ തുമ്പൊക്കെ കാണും. അതിൽ ഏറ്റവും ബെറ്ററായിട്ട് നിൽക്കുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്, ലൈനിങ് ഇല്ലാത്തതിൽ. പിന്നെ ലൈനിങ് ഒക്കെ ഇട്ടടിക്കുമ്പോൾ ഒരു 3-4 രീതിയിൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാറുണ്ട്. അത് നമുക്ക് സാവധാനം പറയാം. ഈ ഒരു മെത്തേഡിൽ ഇപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കണ്ടേ നമ്മുടെ ബാക്ക് പീസിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പതിച്ചടിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നേരത്തെ. അത് ആ പീസ് ഉള്ളിലേക്ക് ഷോൾഡർ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ബാക്കിയുള്ള സ്ഥലത്തും ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് നമുക്കിവിടെ അടിച്ചെടുക്കാം. തയ്ച്ചെടുക്കുമ്പോൾ ഒരുപാട് സ്പീഡിലൊന്നും അടിക്കേണ്ട, സാവധാനത്തിൽ കറക്റ്റായിട്ട് നീറ്റായിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ നമുക്ക് അടിച്ചെടുക്കാം. ഇതായതിപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇതായതിപ്പോൾ നമ്മൾ നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സ്ലീവ് ജോയിൻ ചെയ്യണം. അതിൻ്റെ ഫ്രണ്ട് പീസ് ഏതാണെന്ന് നോക്കണം. ഈ ഷോൾഡർ പുറകിലേക്ക് നിൽക്കുന്നതാണ് ബാക്ക് പീസ്. അപ്പോൾ ഫ്രണ്ട് പീസ് ജസ്റ്റ് ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചു. നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ അറിയാൻ നമ്മളവിടെ നോച്ചിട്ട് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ അത് കറക്റ്റ് ഫ്രണ്ടിലേക്ക് വെച്ചു. എന്നിട്ട് നമ്മളിവിടെ സെൻറ്ററിലും നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഷോൾഡറിൻ്റെ കറക്റ്റ് വരുന്ന എവിടെയാണോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഒരുപാട് സ്ലീവ് ഒന്നും വലിച്ചു പിടിക്കേണ്ട, കറക്റ്റ് ഒന്ന് ചരിച്ച് കൊടുത്ത് നമ്മളുടെ ആ ഫ്രണ്ട് പാർട്ടിൽ ആ തുണിയും സ്ലീവിൻ്റെ തുണിയും അറ്റം കറക്റ്റായിട്ട് ഒരുമിച്ച് പിടിച്ച് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. എത്രയാണ് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് അടിക്കണമെങ്കിൽ 1/2 ഇഞ്ച് എടുക്കുക, അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ
ഇപ്പുറം സൈഡ് ഒരു സൈഡ് നമ്മൾ അടിച്ചു, സെൻറ്ററിൽ നിന്നാണല്ലോ അടിച്ചത്, ആ സൈഡ് അടിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും സെൻറ്ററിൽ വെച്ചിട്ട് ഇപ്പുറം സൈഡിലേക്ക് അടിച്ചെടുക്കുകയാണ്. കറക്റ്റ് ഉണ്ടോ, ഒരുമിച്ച് നമ്മൾ വെച്ച് ഒരുപാട് വലിച്ചൊന്നും കൊടുക്കാതെ ഒരുമിച്ച് വെച്ച് നമുക്കിവിടെ അങ്ങ് അടിച്ചെടുക്കാം. നമ്മളിവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഒന്ന് ഇപ്പുറത്തേക്ക് വീണ്ടും ആ അടിച്ച അവിടെ കൂടി തന്നെ ഇപ്പുറത്തേക്ക് വീണ്ടും അടിച്ചെടുക്കാം കേട്ടോ. ആ ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി ഇട്ടു. അങ്ങനെ നമ്മളുടെ അവിടെ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം. ഒന്ന് മടക്കി വെച്ചു, വീണ്ടും ഒന്നുകൂടി മടക്കി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ അടിഭാഗം മടക്കി അടിക്കാനായിട്ട് നമ്മൾ 1 ഇഞ്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് 1/2 ഇഞ്ച് ഒന്ന് മടക്കി 1/2 ഇഞ്ച് വീണ്ടും ഒന്നുകൂടി മടക്കുന്നു. അപ്പോൾ കറക്റ്റ് 1 ഇഞ്ച് നമുക്കവിടെ ആ തുണി കറക്റ്റ് ആവും. അതാണ് നമ്മളിവിടെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്പറേ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്റ്റിച്ച് ഇടാൻ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതുപോലെ അടുത്ത സ്ലീവ് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്ലീവ് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ സ്ലീവ് ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഇവിടെ, ഇത് കറക്റ്റ് ഒരേ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് അവിടെ വരുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ നമുക്കൊരു പിൻ കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം, തെന്നിപ്പോകാതിരിക്കാനായിട്ട്. ഉണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഒരേപോലെ വെച്ചിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ മാർക്കിങ്ങിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടി നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് മാർക്കിങ്ങിൻ്റെ മുകളിലൂടെ തയ്ച്ചു കൊടുക്കാം. ആ പിന്നൂരി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മാർക്കിങ്ങൊക്കെ കറക്റ്റാണ്, അത് കാരണം നേരെ ഇങ്ങ് അടിച്ചു പോന്നാൽ മതി. തുണി ഫ്രണ്ടിലെയും ബാക്കിലെയും തുണി കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ആ നോച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ കണ്ടില്ലേ, ഹിപ്പിൻ്റെ വേസ്റ്റിൻ്റെയൊക്കെ സൈഡിൽ നോച്ച് ഉള്ളത് കാരണം കൊണ്ടിട്ട് നമുക്ക് തുണി കറക്റ്റാണോ എന്ന് അറിയാൻ പറ്റും. ഇതിങ്ങനെ അടിച്ച് വന്ന് ഈ ഹിപ്പിൻ്റെ ഒരു ഭാഗം കണ്ടോ, ഹിപ്പിൻ്റെ സൈഡ് കൊണ്ടിട്ട് നമുക്കിവിടെ കൊണ്ടുവന്ന് നിർത്താം. അവിടെ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തി 2-3 സ്റ്റിച്ച് അവിടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ നമുക്ക് തയ്യൽ വിട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം നമ്മളവിടെ 2-3 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഈ നോച്ച് ഉള്ളത് കാരണം കൊണ്ട് നമ്മുടെ തുണി കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് അടിച്ചെടുക്കാം. ഇവിടെ അടിച്ചെടുക്കുമ്പോൾ കണ്ടോ, ഒരു 1.5 ഇഞ്ച് ആ സ്റ്റിച്ചിൽ കൂടെ തന്നെ വന്നത്. അതിന് ശേഷമാണ് നമ്മളൊന്ന് ചരിച്ചു കൊടുത്ത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇതുപോലെ നമുക്കൊരു 4 സ്റ്റിച്ച് വരെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 സ്റ്റിച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ഈ സ്ലിറ്റ് ഭാഗം അടിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് തയ്ച്ച് തുടങ്ങുന്നവർക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഭാഗമാണ് സ്ലിറ്റിൻ്റെ വരുന്നത്. ഈ ഭാഗം ഏറ്റവും സിമ്പിളായിട്ട് അടിക്കാനായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മുകളിൽ ഇപ്പോൾ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പാണല്ലോ ഇട്ടിരിക്കുന്നത്, അളവ് കഴിഞ്ഞ് 1 ഇഞ്ച് സ്ലിറ്റിനായിട്ട് മടക്കി അടിക്കാൻ ഇട്ടിട്ടുണ്ട്. ആ 1 ഇഞ്ച് നമുക്ക് താഴേക്ക് ഇങ്ങ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം വെട്ടുന്ന സമയത്ത് തന്നെ മാർക്ക് ചെയ്ത് ഒന്ന് വരച്ചിടേണ്ടതായിരുന്നു. ആ സമയത്ത് ഞാനത് വിട്ടുപോയി. അത് കാരണം കൊണ്ടിട്ടാണ് ഇപ്പോൾ ഒന്നുകൂടി കാണിക്കുന്നത്. ഈ 1 ഇഞ്ച് നമുക്കിങ്ങനെ ഒന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിവിടെ ഒന്ന് കൂട്ടി തമ്മിൽ ഒരുമിച്ചങ്ങ് അടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇപ്പോൾ നമുക്ക് നമ്മളുടെ മെഷീനിൽ തന്നെ ഈ സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമല്ലോ. ഇവിടെ നമുക്ക് ഏറ്റവും കൂട്ടി, എൻ്റെ ഇതിൽ ഏറ്റവും ടോപ്പ് 5 സ്റ്റിച്ചിൻ്റെ അകലം കിടക്കുന്നത്. ആ 5ലേക്ക് ഇട്ടിട്ട് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കാം. ഈ അടിച്ചു കൊടുക്കുന്ന നൂല് നമ്മൾ പിന്നെ വിടിയിച്ച് കളയുന്നതാണ്. അത് കാരണം കൊണ്ടിട്ടാണ് ഏറ്റവും അകലമുള്ള സ്റ്റിച്ച് നമ്മളിടുന്നത്. അതിലിപ്പോൾ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ കറക്റ്റ് താഴെ വരെ അടിച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ തുണിയുടെ അടിഭാഗം ഉണ്ടോ, നമ്മളിപ്പോൾ തയ്ച്ചില്ലേ, അതിൻ്റെ അടിഭാഗം, തുണിയുടെ അടിഭാഗം എടുത്തു തയ്ച്ച 1 ഇഞ്ച് അകലെ വിട്ടത് ഇങ്ങനെ നിവർത്തി വെച്ചു.
കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ഒരറ്റത്ത് ഒരു 1/2 ഇഞ്ച് ഒന്ന് മടക്കി വീണ്ടും ഇപ്പുറത്തേക്ക് മടക്കി. കണ്ടോ, എളുപ്പത്തിൽ അങ്ങനെ മടക്കി വെച്ചു, രണ്ടായിട്ട് അങ്ങ് മടക്കി വെച്ചു. ഈ അറ്റത്തേക്ക് ചേർന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. ആ തുണി അങ്ങ് ഉള്ളിലേക്ക് വെച്ചു. ആ സ്ലിറ്റ് ആ ഒരു ഭാഗം ഇങ്ങനെ കറക്റ്റ് നേരെ നിവർത്തി വെച്ചിട്ട് അതങ്ങ് ആ തുണി ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ചു. ഇതിങ്ങനെ അടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളുടെ ഹിപ്പിൻ്റെ മാർക്കിംഗ് ഉണ്ടല്ലോ, ആ മാർക്കിങ്ങിൻ്റെ അവിടെ ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്തിടുക. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാറ്റി ഒന്നുകൂടി മാർക്ക് ചെയ്തിടുക. അതിനുശേഷം ആ ഒരു ഭാഗത്തും കണ്ടോ, നമ്മളിങ്ങനെ ആ തുണി നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ വരെ കൊണ്ടുവരിക. കണ്ടോ, രണ്ടാമത് 1/2 ഇഞ്ച് നീട്ടി മാർക്ക് ചെയ്തില്ലേ, അവിടം വരെ എത്തിക്കുക. അതിനുശേഷം ആ സൂചി ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളുടെ തുണി ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് അടിക്കണമല്ലോ, അതിനു വേണ്ടി തുണി ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്തു. ആ ഭാഗത്ത് ഇപ്പുറത്തെ സൈഡിലെ തുണിയും ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കറക്റ്റ് അവിടെ കൊണ്ടുവന്ന് സൂചി ഇറക്കി വീണ്ടും തുണി പുറത്തേക്ക് തിരിച്ച് വെച്ച് താഴേക്ക് വീണ്ടും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പുറത്തെ പീസ് തുണി ഇത് താഴേക്ക് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉള്ളിലേക്ക് തുണി മടക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അവിടെ അടിച്ച് കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ആ ഭാഗം ജോയിൻ ചെയ്തത്. അതിനുശേഷം നമുക്ക് ഈ ഒരു നമ്മൾ 5 അകലം ഇട്ടിട്ട് നമ്മളിവിടെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ നൂലാണ് ആ നടുക്ക് ഭാഗത്ത് വരുന്നത്. ആ നൂല് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമുക്ക് ഊർന്ന് പോരും. ഉണ്ടോ, ത്രെഡ് കട്ടർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ടിങ്ങനെ ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ, നമ്മളുടെ ആ സ്ലിറ്റ് ഭാഗം കൊണ്ട് എത്ര നീറ്റായിട്ടാണ്, വളരെ എളുപ്പത്തിൽ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ തയ്ച്ചെടുക്കാൻ പറ്റും. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് ഏറ്റവും പാടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്ലിറ്റിൻ്റെയാണ്. അത് നമുക്ക് വളരെ നീറ്റായിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ടോപ്പിൻ്റെ അടിഭാഗം മടക്കി അടിക്കാം. അതിനായിട്ട് 1 ഇഞ്ച് നമ്മൾ തുണി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും മടക്കി ഒരു 1/2 ഇഞ്ച് അകലത്തിൽ ഒന്ന് മടക്കി വീണ്ടും 1/2 ഇഞ്ച് അകലത്തിൽ ഒന്നുകൂടി മടക്കി. അങ്ങനെയാണ് നമ്മൾ അടിഭാഗം 1 ഇഞ്ച് തുണി ഇട്ടത്. അവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. നമ്മളിവിടെ ഈ ഇതുപോലെയൊക്കെ മടക്കി അടിക്കുന്ന ഭാഗങ്ങളിൽ കറക്റ്റായിട്ട് നമ്മൾ ആ തുണി ഇങ്ങനെ മടക്കി എടുത്ത് അടിച്ചാൽ അവിടെയൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പല അളവിൽ ഇങ്ങനെ എടുത്ത് വളഞ്ഞു പോകാതെ കറക്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി എടുത്ത് ഇവിടെ നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 സ്റ്റിച്ച് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അറ്റത്തേക്ക് മാറി ഒരു സ്റ്റിച്ച് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ. കോട്ടൺ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഈ ജോർജറ്റ്, ഷിഫോൺ അതുപോലെയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരിപ്പോൾ ഞാൻ ഈ ചുരിദാർ ഇട്ടതാണ്. കണ്ടോ, നമ്മളുടെ ഷോൾഡറൊക്കെ വളരെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നെക്ക് കുറച്ച് വൈഡായിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ നമ്മളുടെ സ്ലിറ്റ് ഭാഗം കണ്ടോ, ഈ സ്ലിറ്റ് ഭാഗമൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ചുരിദാർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്